നമസ്കാരം. നമ്മളിപ്പം കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. കുത്തബ് മിനാർ. അപ്പം ഞാൻ മെട്രോയ്ക്കാണ് വന്നത്. ഡൽഹി മെട്രോയിൽ യെല്ലോ ലൈനിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുത്തബ് മിനാർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ കൊണ്ട് നമുക്ക് കുത്തബ് മിനാർ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് ആണ്. ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോറിൻ ടൂറിസ്റ്റ്, ഇന്ത്യൻ ലേഡീസ്, ഇന്ത്യൻ ജെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോയിട്ട് വരാം. മിനാറിലേക്ക് നമ്മൾ കയറുകയാണ്. അത് 35 രൂപയായിരുന്നു അതിൻ്റെ എൻട്രൻസ് ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുഗൾ ഗാർഡൻ, മുഗൾ മോസ്ക്, മുഗൾ സറായ്. അപ്പം നമ്മൾ കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് കയറി അകത്തേക്ക് പോവുകയാണ്. നമുക്കിവിടെ ഇന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ മോസ്കാന്ന് തോന്നുന്നു, പഴയ കാലത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം കേട്ടോ. (72.5 മീറ്റർ ഹൈറ്റാണ് ഈ കുത്തബ് മിനാർ എന്ന് പറയുന്ന ഈ ടവറിനുള്ളത്. ഇത് 1192 തോന്നുന്നു ഇയർ. ആ സമയത്താണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. ഇതിനോടുള്ള പാർട്ടായിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടോ. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ആർക്കിയോളജിക്കൽ ഒരു കോളേജും ഒക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് സാൻഡ്സ്റ്റോണിൽ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഇതെല്ലാം. ഈ കുത്തബ് മിനാർ എന്ന് പറയുന്ന സംഗതി ഇത് യുനെസ്കോ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നല്ലൊരു പഴയകാലത്തെ ഇതിലുള്ള ഒരു ബിൽഡിങ്ങാണ്. മുഗൾ രാജവംശകാലത്തുള്ള ഒരു ബിൽഡിങ്ങാണ്. ബിൽഡിംഗ് അല്ല, ടവർ എന്ന് പറയാം. മിനാർ എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇൻഡോ ഇസ്ലാമിക് കലാസൃഷ്ടിയാണ് ഈ കാണുന്ന കുത്തബ് മിനാർ. കുത്തബ് മിനാറിൻ്റെ പരിസര ഭാഗങ്ങളിലെല്ലാം ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ മോസ്ക് ഉണ്ട്. പിന്നെ പല ശവം അടക്കിയിട്ടുള്ള പല ടോംബുകളും ഉണ്ട് ഇവിടെ. പിന്നെ പല നിർമ്മിതികളും പൂർത്തിയാക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ചിലതൊക്കെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷേ ഇതിൽ ആരെയും കയറ്റുന്നില്ല. ഒരു ഡോറ് മാത്രമേ ഉള്ളൂ. ഏകദേശം 72.5 മീറ്റർ. പിന്നെ അവരുടെ മോസ്ക് ഉണ്ട്. ഇതവരുടെ മോസ്കാന്ന് തോന്നുന്നു. ഇതൊരു കിടങ്ങ് പോലാണ്. കണ്ട കല്ലിലാണ് കംപ്ലീറ്റ് തീർത്തേക്കുന്നത്. പിന്നെ ലൈം സ്റ്റോൺ ഉണ്ട്, കരിങ്കല്ലുകളുണ്ട്. കരിങ്കല്ലിൻ്റെ പില്ലറുകളാണ് ഈ കാണുന്നതെല്ലാം. കണ്ടില്ലേ? ഇതൊക്കെ കുറേയൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഏകദേശം ഡൽഹിയിലെ 3-4 സുൽത്താൻമാർ മാറി ഭരിച്ചിരുന്ന സമയങ്ങളിലൊക്കെ ഇതിൻ്റെ കേടുപാടുകൾ തീർത്തതായിട്ടാണ് നമ്മൾക്ക് ഇൻഫർമേഷൻ ഉള്ളത്. അപ്പോൾ പല പ്രാവശ്യമായിട്ട് കുത്തബ് മിനാർ ഇടിമിന്നലുകളൊക്കെ ഏറ്റിട്ട് കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. കണ്ടില്ലേ? ഇതൊക്കെ ലൈം സ്റ്റോണും കരിങ്കല്ലും ഒക്കെയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ കൊത്തുപണികളും തറയെല്ലാം കരിങ്കല്ലുകളാണ്. കണ്ടില്ലേ? ഇതൊക്കെ മുഗൾ ഭരണത്തിൻ്റെ ഒരു ചരിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം.
ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. കണ്ടില്ലേ, ഫോട്ടോ എടുക്കുന്നു. ഇത് കണ്ടില്ലേ. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ പല ആളുകൾ സഹായിക്കുകയൊക്കെ ചെയ്യും നമുക്ക് ഫോട്ടോ എടുക്കാൻ. കണ്ടോ, ഈ കാണുന്നതെല്ലാം അതിൻ്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതും പൂർത്തിയാക്കാൻ കഴിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇൻഫർമേഷനുകളൊന്നുമില്ല. ഇതൊക്കെ അതിൻ്റെ ഓരോ അവശിഷ്ട ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. അതൊക്കെ കേടുപാടുകൾ പറ്റിയതാണോ എന്നും അറിയില്ല. കണ്ടില്ലേ, ഇതിൻ്റെ നിർമ്മിതികളാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അഭിനന്ദിക്കാതെ വയ്യ. കാര്യം സിമെൻറ്റുകളും ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ സെക്യൂരിറ്റികളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോയൊക്കെ എടുത്ത് തരും നമുക്ക്. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ഉൾവശങ്ങളാണ്. ഭയങ്കര ഹൈറ്റാണ്. കണ്ടില്ലേ, എല്ലാം കരിങ്കല്ലാണ്. കണ്ടോ, വാതിലുകൾ കണ്ടില്ലേ, വാതിലിൻ്റെ ഒരു വീതി കണ്ടോ, ഈ വാതിലിൻ്റെ വീതികൾ. കണ്ടില്ലേ, കരിങ്കല്ലുകളൊക്കെ മുഴച്ചിരിപ്പുണ്ട്. വരുന്ന സമയത്ത് സൂക്ഷിക്കുക, തലേന്ന് പിടിക്കാതെ നോക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ ഡോം പോലുള്ള സാധനമാണ്. കണ്ടില്ലേ, തൂണുകൾ കണ്ടില്ലേ, കൊത്തുപണിത തൂണുകൾ കണ്ടില്ലേ. ഇതൊരു കവാടമാണ്. കണ്ടില്ലേ, തൂണുകൾ. ഇത് കാജീസ് മദ്രസയാണെന്ന് തോന്നുന്നു. മദ്രസ ആണെന്നാണ് ഇവിടെ ബോർഡിൽ ഒരു ആരോ കൊടുത്തു വെച്ചേക്കുന്നത്. കാജീസ് മദ്രസ. അപ്പോൾ ഇത് മദ്രസയാകാനാണ് ചാൻസ് കൂടുതൽ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ പ്രകാരം ചെയ്ത ബിൽഡിംഗാണ് ഈ കാണുന്നതെല്ലാം. ഡൽഹിയിൽ ഭരിച്ചിരുന്ന ഭരിച്ചിരുന്ന 3-4 സുൽത്താൻമാരല്ല ഇതിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് സംരക്ഷിച്ചു വന്നതാണ്. ഇതാണ് കുത്തബ് മിനാർ. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റും കൂടാണ്. ഇതിൻ്റെ പുറകുവശങ്ങളിലൊക്കെ ആർക്കിയോളജിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ കുത്തബ് മിനാർ എന്ന് തന്നെയാണ് ഇതിൻ്റെ മെട്രോ സ്റ്റേഷൻ. ഏകദേശം 1.5 കിലോമീറ്ററിനടുത്ത് ഇതിൻ്റെ 1.5 കിലോമീറ്ററിന് അടുത്ത് ഇതിൻ്റെ കിലോമീറ്ററുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി. കണ്ടില്ലേ, ഒരുപാട് ആളുകളാണ്. ഞാൻ വന്ന സമയത്ത് ഇത്രയും ആളുകളില്ലായിരുന്നു. ഒരുപാട് സുൽത്താൻമാരുടെ ആണോ തോന്നുന്നു. കുറേ തോമ്പുകളും ഒക്കെ ഇതിനകത്ത് ശവമടക്കിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതിൽ ആരാണ് മരിച്ചേക്കുന്നത്, ആരുടെ ശവമാണ് എന്നൊന്നും ഒന്നും എഴുതപ്പെട്ടിട്ടില്ല.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദ ടോംബ് ഓഫ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് AD 1211 to 36. Son-in-law and successor Al-Qutabdin Aibak was built in about AD 1235. This is an landmark Indo-Islamic architecture. കണ്ടോ? ഇതാണ് ടോംബ്. ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ ടോംബാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്കിത് താഴോട്ട് വായിക്കാം, പോസ് ചെയ്തിട്ട് വായിക്കാം. ഇത് ഹിന്ദിയിലുണ്ട്. ഇൽത്തുമിഷിക മക്ബറ 1235. മക്ബറ. നമ്മൾ മക്ബറയിലേക്ക് പോവാണ്. ഇതാണ് ആ ടോംബ്. എന്ത് കല്ലാണ് എന്നുള്ളത്, മാർബിളുണ്ടെന്ന്. മാർബിളുണ്ട്, കരിങ്കല്ലുണ്ട്. ഇതൊക്കെ ഒരു ലൈം സ്റ്റോൺ ആയിരിക്കും. ഉണ്ട്, എല്ലാ കോർണറിലും ഇതുപോലെ ഉണ്ട്. നടുവശം ഓപ്പണാണ്. ഇതിൻ്റെ വാതിലിൻ്റെ വീതികളും കണ്ടില്ലേ? ഇല്ല, കാണുന്നതും എന്തോ നിർമ്മിതിയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. കുറേയൊക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ താണ്ട് എടുത്തു വെച്ചേക്കുന്ന കണ്ടില്ലേ? എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ പേരുകളൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഈ ഒരു ഇത് കണ്ടിട്ട് ഇതെനിക്ക് തോന്നുന്നു മോസ്കിൻ്റെ ഒരു ചെറിയൊരു മോഡൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, 4 സൈഡിൽ മോസ്കിൻ്റെ കൂട്ട് തന്നെയാണ്. കണ്ടില്ലേ, എന്താ അറബിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അറബിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു ചെറിയ മോസ്കാന സാധ്യത. പിന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നാണ്ട് ഇതുപോലുള്ള കുറേ പൂർത്തിയാകാത്ത രീതിയിലുള്ള കുറേ കല്ലുകൾ കൊണ്ട് അടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും എന്തെങ്കിലും പണിയാൻ ഉദ്ദേശിച്ച് പകുതി വഴിക്ക് നിർത്തിയതാണോ എന്നറിയത്തില്ല. പക്ഷേ കുത്തബ് മിനാർ ഒരേ സമയം തീർത്ത ഒരു സ്തൂപമല്ല അത്. മിനാർ 2 ഘട്ടമായിട്ടാണ് പൂർത്തിയാക്കിയതെന്നാണ് പറയുന്നത്. 1ാം ഘട്ടം മാത്രമേ ഉള്ളൂ ആദ്യ സുൽത്താൻ്റെ കാലങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ഒരു കരിങ്കല്ലുകൊണ്ട് അടുക്കി നടുക്കൊരു വാതിൽ പോലെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നെയിം ബോർഡൊന്നും കാണുന്നില്ല. ഈ ഒരു സ്ഥലത്തും വാതിൽ പോലെ ഈ സൈഡിലൊരു വലിയ വാതിലാണ്. കണ്ടില്ലേ, വലിയ വാതിൽ പോലെ. പക്ഷെ എങ്ങനെ അകത്ത് കയറി പറ്റും എന്ന് ഒരു ഐഡിയ ഇല്ല. കണ്ടില്ലേ, ഇതിനുള്ളിൽ എന്തോ കറുത്ത രീതിയിൽ എന്തോ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ എന്തോന്ന് എഴുതി വെച്ചേക്കുന്ന പോലെ തോന്നി. അലായ് മിനാർ. This is a incomplete tower known as Alai Minar was
commenced by the ambitious Sultan Alauddin Khalji AD 1296-1316. He had great intention to build in double in dimension on plan elevation in that Qutb Minar, but unfortunately he died while the construction was in progress. He could not complete even its first story, and then none of his successors tried to take up his execution further. അപ്പം അലായ് മിനാറാണ് ഇത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് അയാളുടെ വലിയൊരു ആഗ്രഹമായിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. പക്ഷേ അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അതിനാണ് അലായ് മിനാർ എന്നാണ് ഇതിന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാകാതെ അദ്ദേഹം മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ പല ഭാഗങ്ങളിലും ടോമ്പുകളുണ്ട്. പല ആളുകളുടെ നമ്മൾ കയറി വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ടോമ്പുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ. എനിക്ക് തോന്നുന്നുണ്ട് ഈ കാണിച്ചേക്കുന്ന കരിങ്കൽ അടുക്കി വെച്ചേക്കുന്ന ഭാഗങ്ങളിലെല്ലാം ടോമ്പുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗങ്ങളിൽ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അവിടുത്തെ വലുത് 2 ടോമ്പായിരിക്കും തോന്നുന്നു. ഒന്ന് പൊളിഞ്ഞു പോയതാണ്. ഇവിടെയൊക്കെ 1, 2 അത്രയും വലിപ്പമുള്ളിടത്തൊക്കെ 1ഉം 2ഉം ഒക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ടവർ അലൈ മീനാറാണ്. അലൈ മീനാർ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവരവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അലൈ മീനാറിനെ പറ്റി എഴുതി വെച്ചേക്കുന്നത്. ഇത് വായിച്ചോളൂ. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ചരിത്രം വിളിച്ചു പറയുന്ന യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് നമ്മൾ ന്യൂഡൽഹിയിലോ വല്ലതും വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് മെട്രോ വരാൻ എളുപ്പമാണ്. ഷെയർ ടാക്സി കിട്ടും, ഷെയർ ഓട്ടോ കിട്ടും. അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമാണ്. ടോമ്പുകൾ ഇഷ്ടം പോലുണ്ട്, കണ്ടില്ലേ? അവരൊരു സൈഡിൽ ക്ലീൻ ചെയ്യുന്നു, സൈഡിൽ പില്ലറുകളെല്ലാം ഇഷ്ടം പോലുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ ടോമ്പുകളാണ്. ഇവിടൊന്നും എഴുതി വെച്ചിട്ടില്ല ആരുടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെ മരണപ്പെട്ട ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നു ചരിത്രത്താളുകളിലൊക്കെ കാണത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം ആവശ്യമാണ്. ഇത് ക്ലീൻ ചെയ്യുകയാണ്. ഇതൊരു മസ്ജിദാണ്, വാത്തുൽ ഇസ്ലാം മസ്ജിദ്. കണ്ടോ? കാണുന്നത് മസ്ജിദാണ്. മസ്ജിദിലേക്കുള്ള പ്രവേശന കടമാണ് ഇസ്ലാം മസ്ജിദ്. ഇവിടെ ഹിന്ദിയിലും എഴുതി വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇംഗ്ലീഷിലുമുണ്ട്. അപ്പം ഇത് മസ്ജിദിൻ്റെ നിർമ്മിതികളാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് കുത്തബ് മിനാർ. (72 മീറ്ററിനടുത്ത് ഹൈറ്റുള്ള ഒരു ടവറാണ്. കണ്ടില്ലേ മിനാരം? ഇതിൻ്റെ താഴ്വശമൊക്കെ കണ്ടില്ലേ? ഫൗണ്ടേഷൻ ഇതെല്ലാം ചെങ്കല്ലുകളും ഒക്കെ ഉണ്ടാക്കിയ സാധനമാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലുകൾ ഇവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. അലായ് ദർവാജ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അവിടെയാണ് നമ്മളിപ്പം വന്നേക്കുന്നത്. എല്ലാം ഇതിനോട് ചേർന്നുള്ളതാണ്. ഹിന്ദിയാണ് നമ്മൾ കണ്ടത്, ഇനി ഇംഗ്ലീഷ്. അലായ് ദർവാജ ഇതും AD 1311 ചേർത്തതാണ്. ദർവാസ വെൻ കലീജി 1296 1316. ഇതെല്ലാം മോസ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഉണ്ടല്ലോ. അപ്പം അലായ് ദർവാസ. അപ്പം ഇതാണ് അലായ് ദർവാസ.
ഉണ്ടോ ഇതിൻ്റെ മുകൾ വശം ഇവിടെ ഓപ്പൺ അല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ ഏരിയ ആണ്. കണ്ടില്ലേ, ഒരു കോൺക്രീറ്റ് പോലും ഉപയോഗിക്കാനാണ് ഇവരെല്ലാം ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്തൊരു കോൺക്രീറ്റിൻ്റെ ഒരു ഇഷ്ടിക പോലും ഇതിനകത്തില്ല. കണ്ടില്ലേ ഇതിൻ്റെ പില്ലറുകളെല്ലാം. ഇതിൻ്റെ തറയെ കണ്ടില്ലേ. ഇതാണ് അലൈ ദർവാസ. കൊത്തുപണികൾ കണ്ടില്ലേ. ഈ കാണുന്ന തടി കൊണ്ടുള്ളതൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അലൈ ദർവാസ. ഇവിടുത്തെ കൊത്തുപണികളും കണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇതാണ് അലൈ ദർവാസ. നമുക്ക് വാഷ്റൂമുണ്ട്. ഇമാം സമീൻസ് ടോംബ് ഒരു ആരോ കാണിച്ചേക്കുന്നു, ഇതിനുള്ളിലാണെന്ന് തോന്നുന്നു. അലൈ ദർവാസ, ഇവിടാണ് നമ്മൾ പോയ അലൈ ദർവാസ. മുകളിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഓരോ അവശിഷ്ടങ്ങളാണ്. ഇതൊരു കയറി പോകാൻ എന്തോ അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആളുകളൊക്കെ കയറി മുകളിലേക്ക് കയറുന്നുണ്ട്. ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. സ്കൂളുകളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഖലീജി സ്റ്റോംബാണ്, ഖലീജി മദ്രസ. അവിടെ നമ്മൾ നേരത്തെ പോയതാണ്. ഇതാരോ കാണിച്ചിട്ടുണ്ട്. ഖലീജി സ്റ്റോംബ്, ഖലീജി മദ്രസ. ഈ കാണുന്നതെല്ലാം മദ്രസയും ടോംബും ഒക്കെയാണ്. ഇവിടെ നമ്മൾ പോയതാണ്. നമ്മൾ ആദ്യമേ കാണിച്ച ഭാഗങ്ങളിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇതിന് റൂഫൊന്നുമില്ല. ഇതെല്ലാം ഭിത്തികൾ മാത്രമേ ഉള്ളൂ. അകത്ത് ശൂന്യമാണ്. അപ്പം ഇതാണ് കുത്തബ് മിനാറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ. ആ ഒരു ലൊക്കേഷനിൽ ഇതിൻ്റെ കോർണറിൽ കാണുന്ന വേറൊരു സ്തൂപമാണ് നാണ്ടി കാണുന്നത്. വളരെയധികം വീതിയുള്ള ലാൻഡാണ് ഈ കാണുന്നത്. അപ്പോൾ കുത്തബ് മിനാറിനെ പറ്റിയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് കുത്തബ് മിനാറിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണുന്നത് വരെ വണക്കം.